ചേച്ചി 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 എന്നിട്ട് ഒറ്റയ്ക്ക് നിൽക്കണേ? ഒന്നുമില്ല, വെറുതെ. എന്തോ പന്തികളുണ്ടല്ലോ. എന്തോ വശപ്പശകുണ്ടല്ലോ. ആ ചേച്ചി കരയാണല്ലോ. എന്താന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ആരും കാണുന്നില്ല. താഴെയാണെങ്കിൽ പുഴ. എന്താ നോക്കാം. ചേച്ചി 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 എന്ത് ചേച്ചി പ്രശ്നം? ചേച്ചി കരയാണല്ലോ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് എന്താ ചേച്ചി പ്രശ്നം? എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട്. അല്ലാണ്ട് ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് പാലത്തുമ്മ താഴേക്ക് നോക്കിയിരുന്നോണ്ട് ഇങ്ങനെ കരയൂല. എന്തായാലും കാര്യം തിരക്കാം. ഇവരിട്ടിട്ട് പോയാൽ ശരിയാവൂല. എങ്ങാനും വെള്ളത്തിൽ ചാടി ആത്മഹത്യ എങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിലോ? എന്തായാലും ഒരു നല്ല പ്രവൃത്തിയല്ലേ. രക്ഷപ്പെടുത്താൻ പറ്റിയ പെടുത്താം. എന്തായാലും ചോദിച്ചറിഞ്ഞിട്ട് പോകണുള്ളൂ ഇവിടുന്ന്. ചേച്ചി കരച്ചിലൊന്ന് നിർത്ത്. എന്താ കാര്യം വെച്ചാൽ എന്നോട് പറ. നമുക്ക് പരിഹാരം ഉണ്ടാക്കുക ചേച്ചി. ചേച്ചി ഇങ്ങനെ കരഞ്ഞിട്ട് ചേച്ചിനെ ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ചേച്ചി ഇവിടുന്ന് കരയണ കണ്ടതുകൊണ്ടാണ് ഞാനിവിടെ വണ്ടി നിർത്തിയേ. ചേച്ചി എന്നോട് പറ. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല, വെറുതെ നിൽക്കണതാ. ഒരു പുലിവാലായില്ല. ഇട്ടിട്ട് പോവാനും തോന്നണില്ല. ഈ ചേച്ചിന് കാര്യം പറയണില്ല. എൻ്റെ പൊന്നു ചേച്ചി എന്തിനില്ല എന്നോട് പറഞ്ഞോ. ഞാനൊരു പാവമാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാ. എനിക്കിങ്ങനെ ഈ പാവപ്പെട്ടവരിങ്ങനെ വിഷമമൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമോ. അതുകൊണ്ടാണ് ചേച്ചിയോട് ഇതിനോട് പറയണേ. ചേച്ചി പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നമുക്ക് പരിഹാരം ഉണ്ടാക്കി ചേച്ചി. ഞാനല്ലേ പറയണേ. അത് പിന്നെ ഇപ്പം ഞാൻ എങ്ങനെയാ മോളോട് പറയുക? എൻ്റെ പൊന്നേച്ചി ഞാൻ പറഞ്ഞതൊക്കെ കാര്യ. ഞാൻ ഭയങ്കര പാവാ. ഇപ്പം ചേച്ചിക്ക് ഹെൽമെറ്റ് വെച്ചിട്ടായിരിക്കും കണ്ട. ഞാൻ ഭയങ്കര ശുദ്ധ പാവ ചേച്ചി. ചേച്ചി എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ. ചേച്ചി ധൈര്യമായിട്ട് പറ. അത് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു സിനിമ കാണാനെന്ന് പറഞ്ഞിട്ട് പ്ലാനൊക്കെ ഇട്ടിരുന്നതാ. അപ്പോൾ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് അതും പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാം, ഭയങ്കര ചീത്തയും ഭയങ്കര ബഹളാ. ഒരു രക്ഷയില്ല. ഈ ഭർത്താക്കന്മാരെ കൊണ്ട് തോറ്റ്. ഇപ്പൊ ഒരു ഫ്രണ്ടിന്റെ കൂടെ സിനിമയ്ക്ക് ഒന്നിച്ചപ്പോ എന്താ കുഴപ്പമുള്ളേ? ഇവരെന്ത് ഇങ്ങനെ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരു ഫ്രണ്ടിന്റെ കൂടെ സിനിമയ്ക്ക് ഓണെന്ന് പറഞ്ഞാൽ ഈ കെട്ടുമാര് കുടുംബത്തിൽ നിന്ന് ബഹളം ഉണ്ടാക്കും. നല്ല ഫ്രണ്ട്സെല്ലാം കൂടെ സിനിമയ്ക്ക് കൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? അല്ല ചേച്ചി, ഈ ഫ്രണ്ടിന്റെ പേരെന്തുട്ടാ? അത് പിന്നെ ഫ്രണ്ടിൻ്റെ പേര് രമേശൻ എന്നാ. ഞാനും അവനും 10ാം ക്ലാസ്സിട്ട് ഒരുമിച്ച് പഠിച്ചതാ. ഞങ്ങൾ തിക്ക് ഫ്രണ്ടാ. ഈശ്വര, ഇതെന്ത് ചിറ്റിക്കെട്ട് കേസം കണ്ടാണ്. അയ്യോ പെട്ടല്ല. ചേച്ചി ആള് കൊള്ളാലോ. അവന് ഞാനും കൂടെ സിനിമയ്ക്ക് പോയി എന്താ കുഴപ്പം? ഞാനും അവനും കൂടെ എത്ര വർഷത്തെ കൂട്ടെന്നറിയാമോ? എന്താ തെറ്റ്? എന്താ പ്രശ്നം? ഈശ്വര, പണി പാടിയ. ഒരു പ്രശ്നവുമില്ല ചേച്ചി. എൻ്റെ പൊന്ന് ചേച്ചി. ചേച്ചീനെ ഞാൻ നമസ്കരിച്ച്. ചേച്ചിയുടെ ചേട്ടനെ. ഇതിപ്പോൾ ഫാഷനല്ലേ. 10ാം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്ക് പോകല്, ബീച്ചിൽ പോകല്, എവിടേക്കൊക്കെ പോണേ. ടൂറ് വരെ പോകുന്നുണ്ട്. കെട്ടിയന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഇപ്പൊ ചേച്ചിയുടെ പ്ലാൻ എന്താ? പ്ലാൻ എന്തിട്ട്?
ഇപ്പം രമേശൻ വരും, ഞങ്ങളുടെ കൂടെ സിനിമയ്ക്ക് പോകും. പിന്നെ ഞാൻ ഇപ്പം ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ ചീത്ത പറഞ്ഞ് എൻ്റെ വിഷമം കൊണ്ട് നിന്നതാണ്. വേറെ എനിക്ക് വിഷമമൊന്നുമില്ല, ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കും. രമേശ് ഇപ്പം വരും. ഞാൻ പെട്ടെന്ന് കർത്താവ് ചേച്ചി ആള് കൊണ്ടാലോ. എന്നാലും എൻ്റെ ചേച്ചി ഇതെങ്ങനെ ഇത്ര ധൈര്യം വന്ന് കെട്ടിയവനായിട്ട് തല്ലിടിച്ചോണ്ട് കൂട്ടുകാരനോട് സിനിമയ്ക്ക് പോകാനായിട്ട്? ചേച്ചിനെ സമ്മതിക്കണം. രമേശൻ വന്നിട്ടെന്നാ തോന്നണേ. മോളെ എൻ്റെ രമേശൻ വരുന്നുണ്ട്, മോളെന്നാ പറ്റുമോ? എന്റെ പൊന്ന് ചേച്ചി, ചേച്ചി ആള് കൊള്ളാനാ. ചേച്ചിനെ രക്ഷപ്പെടുത്താൻ നിന്ന് എന്നെ വേണം തല്ലിക്കൊല്ലാനായിട്ട്. എന്റെ കർത്താവ്, രമേശൻ എന്നെ തല്ലിക്കൊല്ലോ? കേറുന്നില്ല, കണ്ണും പോയാലും ബാക്കിയുള്ളവന്റെ. മോളെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടാ, ഇത്ര നേരം എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് തന്നെ എൻ്റെ വിഷമം എല്ലാം മാറി കേട്ടാ. മോളെന്നാ വയ്ക്കോ, ടാറ്റ. പാറട്ട കിളവിടെ ഒരു ഇളക്കം കണ്ടില്ലേ രമേശനും? ടാറ്റ്. No, 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 no. ചങ്കള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.